ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലൈഫിൽ നെക്സ്റ്റ് വരാനായിട്ട് പോകുന്ന ആ ഒരു മിറാക്കിൾ എന്താണെന്നുമുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇനി നെക്സ്റ്റ് വരാനായിട്ട് പോകുന്ന ആ ഒരു മിറാക്കിൾ, ആ ഒരു അത്ഭുതം എന്താണ് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജീസിൽ നമ്മൾ കുറച്ചധികം കാർഡുകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ മൂന്നാല് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നമ്മൾ നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി നോക്കുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ വരാനിരിക്കുന്ന ആ ഒരു മിറാക്കിൾസ് നമ്മൾ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാർഡുകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങളുടെ ഒരു എനർജി നോക്കുവാണെങ്കിൽ വളരെ നല്ല ഒരു സോൾ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല ദയുള്ള, മറ്റുള്ളവരെ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് കഴിവുള്ള, മറ്റു വ്യക്തികൾ വിഷമത്തിലും പ്രശ്നത്തിലും ഒക്കെ ആണെന്ന് കാണുമ്പോൾ പെട്ടെന്ന് അതിനനുസരിച്ച് നല്ല രീതിയിൽ ആളുകളോട് സംസാരിച്ച് അങ്ങനെ ഒരു സാഡ് മൂഡിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരു പ്രത്യേക കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരെ വളരെ കെയർ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. അതുപോലെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്, ആളുകൾക്ക് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കാനും ഏതൊരു സന്ദർഭത്തിൽ നിന്നാലും ഏതൊരു പ്രശ്നങ്ങളിലാണെങ്കിലും വിഷമഘട്ടത്തിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു റെസ്പെക്റ്റ് കൊടുത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരു റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുപോലെ വളരെ ഹോണസ്റ്റ് ആണ്, സത്യസന്ധയാണ് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹൃദയവും സോളും വളരെ പ്യുവർ ആണെന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും മറച്ചു വെക്കാനായിട്ടില്ല. നിങ്ങൾ വളരെയധികം ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ചോദിക്കാത്ത കാര്യങ്ങൾ കൂടി എക്സ്പ്ലനേഷൻ ചെയ്ത് അവരോട് അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്നും മറച്ചു വെക്കാനായിട്ട് ഇല്ലാത്ത തരത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി. അപ്പം മറ്റു വ്യക്തികളോട് യാതൊരുവിധ ഒരു ദേഷ്യവും മനസ്സ് സൂക്ഷിക്കാത്ത വ്യക്തികളാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ആരോടും നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു അസൂയയും ഇല്ലാത്തൊരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ നല്ല ഒരു വ്യക്തിയാണെന്നുള്ളതിൽ ഒരു സംശയവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ആരും വേദനിക്കരുത് എന്നാണ് നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുപോലെ ഒരു വാക്കുകൊണ്ട് പോലും നിങ്ങൾ ആരെയും വേദനിപ്പിക്കുകയുമില്ല. നിങ്ങൾക്കൊരു വേദന, ഒരു ഇമോഷണൽ ലോസ് ഉണ്ടായാലും ശരി, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരിക്കലും വേദനിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആരും നിങ്ങൾ കാരണം വിഷമിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല, മറ്റുള്ള വ്യക്തികൾ കാരണവും അവർ വിഷമിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല. അതെങ്ങനെയെങ്കിലും ആ ഒരു സിറ്റുവേഷൻ മാറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതുപോലെ പുറമേ നിന്ന് നോക്കിയാൽ നിങ്ങൾ ഒരു റൂഡാണ്, അതുപോലെ തന്നെ വളരെയധികം തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ ബോൾഡാണ് എന്നൊക്കെ തോന്നിയാലും അകമേ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണ്. അകമേ നിങ്ങൾ ഒട്ടും ബോൾഡ് അല്ല, വളരെ സെൻസിറ്റീവ് ആണ് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും വളരെയധികം ഒരു നോ കോണ്ടാക്ട്, ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒട്ടും തീർത്തും കോണ്ടാക്ട് ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ ഒരു സമയത്ത് ഉള്ളത്. കറണ്ട് സിറ്റുവേഷൻ അങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് ഓവറോൾ ഒരു കറണ്ട് സിറ്റുവേഷൻ എനർജി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ആരോ ഒരു വ്യക്തി നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി വേണ്ട രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യമായിരിക്കാം നിങ്ങളെ ഏറ്റവും വേദനിപ്പിച്ചിട്ടുള്ളത്. അത് ചിലപ്പോൾ അവരുമായിട്ടൊരു നോ കോണ്ടാക്ട് വരെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാകാം നിങ്ങളൊരു സെപ്പറേഷനിൽ നോ കോണ്ടാക്റ്റിൽ പോയിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ നിങ്ങളെ സംബന്ധിച്ചൊരു ഫസ്റ്റ് സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റോ ഒന്നും അല്ല എന്നാണ് നമുക്ക് കാണുന്നത്.
കാണുന്നത്. നിങ്ങൾ ഈ സെയിം വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ വീണ്ടും ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വീണ്ടും നിങ്ങൾ ഒന്നിച്ചതായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ നിങ്ങൾ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിക്ക് ഇന്നൊരു കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളെ ഒരു ബ്രേക്കപ്പ് തന്നു പോകുന്നത് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നത് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊരു കാരണമൊന്നും ഇല്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വേണ്ട ഒരു കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ പേഴ്സൺ തരുന്നില്ല. അതാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിലെ ഒരു പ്രശ്നം. അപ്പൊ അവര് അങ്ങനെ ഒരു നോ കോണ്ടാക്റ്റിലേക്ക് ഈ ഒരു സമയത്തും പോയിട്ടുണ്ടാകാം, ഇതിനു മുന്നും പോയിട്ടുണ്ടാകാം. അത് നിങ്ങളെ വല്ലാതെ ഫ്രസ്ട്രേഷനിലേക്ക് കൊണ്ടുപോയി, നിരാശയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം. വല്ലാതെ നിങ്ങളെ സങ്കടപ്പെടുത്തി, നിങ്ങൾ അർഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന ആ ഒരു പൂർണ്ണതയില്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഇതുവരെ ഒരു ദേഷ്യമോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഇല്ലായിരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യ സ്വഭാവം ഉണ്ടാകുകയും കൺഫ്യൂഷനൊക്കെ ഉണ്ടായി എന്നാണ് കാണുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ ഒരു സ്നേഹത്തിന്റെ വാല്യൂ ഈ ഒരു വ്യക്തി മനസ്സിലാക്കാതെ മാറിപ്പോയതെന്ന് ഓർത്ത് നിങ്ങൾ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നോർത്ത് നിങ്ങൾ സങ്കടപ്പെടുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമം സങ്കടം എല്ലാം മനസ്സിലാക്കിയിട്ടും ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുത്തില്ല എന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ വിഷമമാകുന്നത്. അവരോട് ദേഷ്യവും വാശിയും ഒക്കെ തോന്നാൻ ഇത് കാരണമായിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കുന്നു, വളരെയധികം വിഷമിക്കുന്നു, നിങ്ങൾക്ക് ദുഃഖമുണ്ട്, അല്ലെങ്കിൽ അവരോട് കോണ്ടാക്ട് ചെയ്യാത്തതിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ അവർക്കറിയാം. എങ്കിൽ കൂടിയും അവർ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഒരു വേദന നിങ്ങൾ അനുഭവിക്കുന്നത് അവരറിയുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിൽ കൂടി ഒരു ആക്ഷൻ എടുക്കുക. ഇതാണ് നിങ്ങൾക്ക് കൂടുതൽ വേദന നൽകിയത്. ഈ ഒരു വേദന നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ടാവാം. തീർത്തും നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അതായത് ഇത്തരം ഒരു സിറ്റുവേഷനിൽ പെട്ടുപോകുക എന്നത് വളരെ വേദനാകരമായ ഒന്നാണ്. ശരിക്കും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ല എന്നൊരവസ്ഥ. ഇതിൽ നിന്ന് പുറത്തു പോകാനും കഴിയുന്നില്ല. ഒരു ട്രാപ്പിൽ പെട്ട് കിടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണിത്. ഇവിടെ വളരെ അധികം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെ ഓവർ തിങ്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് വീണ്ടും വീണ്ടും ആ ഒരു പ്രശ്നത്തിലേക്ക്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഒരു ലൂപ്പിൽപ്പെട്ട ഒരവസ്ഥയിൽ നമ്മളിങ്ങനെ ഇതിൽ തന്നെ കിടന്ന് ചുറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കഴിഞ്ഞു പോയൊരു സമയമായിരിക്കാം. അപ്പൊ എന്താണെങ്കിലും ഒരു ട്രാപ്പിൽപ്പെട്ട അവസ്ഥ പോലെ ഇവിടെ ഒരു ട്രോമയിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകും. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇതല്ല ഈ ഒരു കാര്യത്തിന് വേണ്ടിയല്ല എൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി നിൽക്കേണ്ട ഒരു ആളല്ല. ഇതിനകത്തുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നിങ്ങൾ തിരിച്ചറിയുകയാണ്. ഏതൊരു ബന്ധത്തിലായാലും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് അല്ലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റെസ്പെക്റ്റും വാല്യൂ ഒക്കെ കിട്ടണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പം ഒരാൾ തന്നെ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അതിങ്ങനെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു രീതിയിൽ തൂമ്പയുടെ ഒരു രീതിയിൽ ഇങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല. റിലേഷൻഷിപ്പ് ആകുമ്പോൾ രണ്ടുപേരും ഗിവ് ആൻഡ് ടേക്ക് വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും വേണം. അപ്പൊ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്, നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ ഒരു രീതിയിലാണ്. നിങ്ങൾക്കൊരു വാല്യൂ തരുന്നില്ല, ഒരു റെസ്പെക്ട് തരുന്നില്ല, നിങ്ങൾക്കൊരു സമയം തരുന്നില്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ. അപ്പം ഇങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് വന്നു പോയതാണോ എന്ന് വരെ നിങ്ങൾ ഇത് എൻ്റെ ഒരു പൊസസീവ്നെസ് കൊണ്ടോ അല്ലെങ്കിൽ ഓവർ സ്നേഹം കൊണ്ടോ ഒക്കെ എനിക്ക് തോന്നുന്നതാണോ എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിലും ഒരു വാല്യൂ റെസ്പെക്റ്റ് ഒക്കെ കിട്ടണമെന്ന് ചിന്തിക്കുന്നത് അത് തെറ്റല്ല. അതുകൊണ്ട് തന്നെ തൻ്റെ ഭാഗത്തല്ല പ്രോബ്ലം എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു കുറ്റബോധം മനസ്സിലുണ്ട്, എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു പോയ ഈ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നല്ല രീതിയിൽ പെരുമാറാത്തത് കൊണ്ടോ, നല്ല രീതിയിൽ സംസാരിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു വേ എൻ്റെ ശരിയല്ലാത്തത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഈ ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട് ഒക്കെ വന്നിട്ടുള്ളത് എന്ന് സ്വയം ചിന്തിക്കുകയും അതിനെ ഓർത്ത് അവനവനെ തന്നെ കുറ്റപ്പെടുന്ന ആളുകളും ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ എനർജി നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റില്ല എന്ന് പൂർണ്ണമായി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു തരിയെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്തു കളയുക എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. പിന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് പലപ്പോഴും അകന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാനിവിടെ പറഞ്ഞു. ഒരു പ്രാവശ്യമല്ല, ഇപ്പൊ നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കാം, പക്ഷെ ഇതിനു മുന്നും നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റ് പോയതിനു ശേഷം പിന്നെയും ഒരു റീയൂണിയൻ സംഭവിച്ചിട്ടുണ്ടാകാം.
അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് നല്ല സ്നേഹമുണ്ട്, നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് അവർക്ക് നല്ല ആഗ്രഹമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, നിങ്ങളെ അവർ വെറുക്കുന്നില്ല, നിങ്ങളെ ഇപ്പോഴും അവർ സ്നേഹിക്കുന്നുണ്ട് എന്നും അത് അങ്ങനെ തന്നെയായിരിക്കും അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല നിങ്ങളിലേക്ക് കൂടുതലായിട്ട് അടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അത് നമുക്കിവിടെ ഒരു നെഗറ്റീവ് എനർജിയുടെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഏതോ ഒരു വ്യക്തി, ഏതോ ഒരു ബ്ലാക്ക് മാജിക് പോലത്തെ ഉള്ള എന്തോ ഒരു സംഭവം കൊണ്ട് ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്നും ഓടി മാറാനായിട്ട്, ഓടി അകലാനായിട്ട് ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നാണ് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു ഉൾവലിയൽ ഉണ്ടാകുന്നു ആ ഒരു വ്യക്തിക്ക്. ആ വ്യക്തി തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. അവര് ഈ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതൊരു നല്ല സ്മൂത്ത് ഗോയിങ് അല്ലാത്ത രീതിയിൽ പോയി പ്രശ്നങ്ങളൊക്കെ ആയി കഴിയുന്ന സമയത്ത് അവർ തന്നെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി ഓടി പോകുന്നത് എന്ന് അവർക്ക് ഒരു ബോധമില്ല. അതെനിക്ക് ക്ഷമിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമല്ലായിരുന്നു എന്ന് കരുതി അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നല്ല സ്മൂത്ത് ആയിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് അതിൽ നിന്ന് ഇറങ്ങി പോണം എന്നിങ്ങനെ ഒരു തോന്നലാണ്. അത് ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ കാര്യം കൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളുടെ ഒരു എനർജി എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി, നിങ്ങളുടെ പേഴ്സൺ വളരെ കൺഫ്യൂസ്ഡ് ആണ്. അവര് എന്തിനാണ് ഇതിൽ നിന്ന് ഇറങ്ങി മാറി ഓടിപ്പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് പറയണം, എന്ത് ചെയ്യണം, ആരോട് തുറന്ന് സംസാരിക്കണം എന്നിങ്ങനെ ഒന്നും അവർക്ക് അറിയുന്നില്ല. അവരെന്തോ ഒരു മറ്റ് ആരുടെയോ ഒരു കൺട്രോളിൽപ്പെട്ട അവസ്ഥയിലാണ് അവരുള്ളത്. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്ത് ചാടി പോരാനുള്ള ഒരു ഇതും അവർക്കില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, നോ കോണ്ടാക്ട്, സെപ്പറേഷൻ, എന്തായാലും അതിന്റെ ഒരു ട്രോമിലൂടെ എല്ലാം കടന്നുപോയി. അത് ആ ഒരു പീരീഡ് കഴിഞ്ഞ് നിങ്ങളൊരു സ്പിരിച്വലി അവേക്കൻഡ് ആയതിനു ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ഒരു ദൈവത്തോട് ഒത്തിരി അടുത്ത ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടേതായ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ കറണ്ട് എനർജി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളുടെ പേഴ്സന്റെ. പിന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ഫ്യൂച്ചറിൽ എന്താണ് ഒരു അത്ഭുതം സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടേതായ സക്സസിലേക്ക് എത്തുമെന്നാണ്. അതായത് ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലല്ല, മറ്റൊരു കാര്യം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. അതായത് ചിലപ്പോൾ ഒരു ഗവൺമെന്റ് സർവീസിൽ കയറാനായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് കയറാനായിരിക്കാം, അല്ലെ എന്തോ എബ്രോഡ് പോകാനായിരിക്കാം. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നു. ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങളെ സക്സസിലേക്ക് നയിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഒരു അർത്ഥം നൽകും ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു കാര്യം നടക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ഒക്കെ നിങ്ങളുടെ വഴികളിൽ കാണുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ സക്സസ്സിലെത്തും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് ഒരു അത്ഭുതം സംഭവിക്കുക എന്ന് പറയുന്നത്, നിങ്ങൾ ഒത്തിരി നാൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് കിട്ടും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ്, നമ്മൾ പറയുകയാണെങ്കിൽ, അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു, നിങ്ങൾ കുറച്ചൊരു സെൽഫ് ഫോക്കസ്ഡ് ആയി, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയി, നിങ്ങൾ മാനസികമായിട്ടും നല്ലൊരു സമാധാനത്തിലേക്ക് വരും എന്നതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഫ്യൂച്ചറിലെ പ്ലാനിങ്ങുകളൊക്കെ ചെയ്ത് പ്രോഗ്രസ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത് അവർ തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നാണ് കാണുന്നത്. കൂടുതൽ ആളുകൾക്കും എബ്രോഡ് പോകുന്ന ഒരു ട്രാവലിന്റെ ഒരു ഇതാണ് നമുക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എബ്രോഡൊക്കെ പോകാനായിട്ട് ഇരിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള ചാൻസുകൾ, അതിനുള്ള വഴികൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നു, അല്ലെങ്കിൽ അത് നടക്കും എന്നുള്ളത് നമുക്ക് എടുത്തു പറയാനായിട്ട് പറ്റും. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് സാമ്പത്തികപരമായ നല്ല ഉയർച്ച വരും എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പുതിയ കാര്യമായിരിക്കാം, ഒരു അത്ഭുതമായിരിക്കാം. ഓക്കെ, അത് കൂടാതെ നിങ്ങളുടെ ഒരു
മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, ഒരു ഹാപ്പിനെസ്, സമാധാനം ഒക്കെ നിങ്ങൾക്ക് കൈവരും. നിങ്ങളുടെ മനസ്സിന് നല്ലൊരു കൺട്രോൾ വരും. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളൊരു നല്ല ഒരു സോളിന്റെ ഉടമയാണ്, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു മാനസിക അവസ്ഥയൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് പിന്നീട് ദേഷ്യവും വാശിയും അങ്ങനത്തെ ഒരു ഇതിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. ഇനി എനിക്ക് തിരിച്ച് ഇതിലേക്ക് പോകാനായിട്ട് പറ്റില്ല, ഞാൻ ആയിരുന്ന ആ ഒരു പണ്ടത്തെ എന്നിലേക്ക് എനിക്ക് തിരിച്ചു പോകാനായിട്ട് കഴിയില്ല എന്ന് വരെ നിങ്ങൾ ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം അത്രയധികം മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ നമ്മുടെ പുറത്തേക്ക് വരുന്ന പ്രവൃത്തികളും വാക്കുകളും ഒക്കെ അങ്ങനെ മാറിപ്പോവും. അപ്പോൾ ഇനി ആ പഴയ എന്നിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാര്യം കൂടി പതിയെ പതിയെ നടക്കും. നിങ്ങൾ ആ പഴയ ആളായി തന്നെ മാറും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു മിറാക്കിൾ എന്ന് പറയാനായിട്ട് വരുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടും എന്ന് തന്നെയാണ്. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാനാകും. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് കേൾക്കാനാകും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടും ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോകുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നെഗറ്റീവ് എനർജീസ് മാറിപ്പോകുന്നതായിരിക്കാം. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് പോസിറ്റീവ് കാര്യങ്ങളായിക്കോട്ടെ നെഗറ്റീവ് കാര്യങ്ങളായിട്ട് എന്ത് കാര്യങ്ങളായാലും ഒരു കാലഘട്ടം അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അതിന്റെ പവർ കുറഞ്ഞിട്ട് ഒരു കുന്നിനൊരു കുഴിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിന്റെ ഒരു പവർ കുറഞ്ഞ് അടുത്ത ഇത് കയറി വരും. അപ്പോൾ പോസിറ്റീവിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഒരു നെഗറ്റീവിലേക്ക് പോയി പിന്നെ പോസിറ്റീവിലേക്ക് അങ്ങനെ വരും. അപ്പൊ ഇപ്പോൾ നിങ്ങളെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ശക്തി കുറഞ്ഞു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് കുറഞ്ഞതിന് ശേഷം ഒരു പോസിറ്റീവ് എനർജി വരും നിങ്ങളിലേക്ക് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ഒരു ഗുഡ് ന്യൂസ് എന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പേജ് ഓഫ് സോൾസ് വഴി നമുക്ക് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ന്യൂ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഡെത്ത് കാർഡാണ് ലാസ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത്. ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു റീകൺസിലേഷൻ, ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകാൻ പോകുന്നു. പക്ഷെ അത് പണ്ടത്തെ പോലെയല്ല, വന്നതിന് ശേഷം വീണ്ടും ഈ പേഴ്സൺ പോകത്തില്ല. അത് നിങ്ങളൊരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് നൽകിക്കൊണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് കൂടെ തന്നെ ഇവിടെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു പീരീഡിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിലേക്ക് തന്നെ പോകുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ഇത്രയും ട്രോമയും പ്രശ്നങ്ങളും ഒക്കെ മൊത്തം പ്രശ്നത്തിൽ നിൽക്കുക, ഇനി ഒരു പെർസെൻറ്റേജ് കൂടി ചാൻസ് ഇല്ല എന്ന അവസ്ഥയിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്, ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ്. പിന്നെ ഇവിടെ കൂടുതലായിട്ടും ഒരു പുതിയ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കോളായിട്ടോ ഒരു മെസ്സേജ് ആയിട്ടോ ഉടനെ തന്നെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനുള്ള ഒരു ചാൻസ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്ന ഒരു മിറാക്കിളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് റെഡ് കളർ. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1992 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. പേഷ്യൻസ്, വളരെ ക്ഷമയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ഫ്ലവേഴ്സ്, ഈ ഒരു റിലേഷൻഷിപ്പിനും ഫ്ലവേഴ്സിനും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കാം. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നു. നമ്പർ 13 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നു. 222 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ കിട്ടുന്നു. ടീച്ചർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 4 നമുക്ക് കിട്ടുന്നു. പെയിന്റിങ്, തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 1990 എന്ന് പറയുന്ന ഒരു ഇയർ നമുക്ക് കിട്ടുന്നുണ്ട്. വിത്തിൻ 72 hours നിങ്ങൾക്ക് ഒരു കോളോ മെസ്സേജോ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 1996 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടുന്നു. ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ജനുവരി മന്ത് നമുക്ക് കിട്ടുന്നു. ലവബിൾ, നിങ്ങളുടെ പേഴ്സൺ വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, ലോങ് ഹെയർ ഉള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. മ്യൂസിക്, ഈ ഒരു റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നു. അതുപോലെ നേച്ചർ, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ I നമുക്കിവിടെ കിട്ടുന്നു. ലെറ്റർ R. ടുഡേ, ഓക്കെ, ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഇന്ന് തന്നെ ഒരു കോളോ മെസ്സേജോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ടാറ്റു ഓൺ നെക്ക്, കഴുത്തിൽ ടാറ്റു ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1979 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ നവംബർ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ. ഓക്കെ, യു ക്യാൻ ട്രസ്റ്റ്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നാണ് പറയുന്നത്.
നമുക്ക് യു ക്യാൻ ട്രസ്റ്റ് 2 പ്രാവശ്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പും ഈ ഒരു റീഡിങ്ങും നിങ്ങൾക്ക് വിശ്വസിക്കാം. നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. ലോയർ ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. നമ്പർ 21 ലെറ്റർ എക്സ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ഈസ് 1991. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.